ആറ്റുകാൽ പൊങ്കാലയുടെയൊക്കെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കേട്ടോ. തിരുവനന്തപുരം നഗരസഭ വിവിധ സർക്കാർ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ യോഗം വിളിച്ചു ചേർത്ത മേയർ വി രാജേഷ്. നഗരസഭയിൽ ആദ്യമായി അധികാരത്തിലെത്തിയ BJPയുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല. തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ 2 തവണയും BJP ആയിരുന്നു മുഖ്യ പ്രതിപക്ഷം. ഇക്കാലയളവിൽ ആറ്റുകാൽ പൊങ്കാലയിൽ ഉണ്ടാകുന്ന ഓരോ കുറവുകളും ചൂണ്ടിക്കാട്ടുകയും പൊങ്കാലയുടെ മറവിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ പ്രതിഷേധം തീർക്കുകയും ചെയ്തത് BJP-യാണ്. BJPയുടെ നേതൃത്വത്തിൽ ആദ്യമായി അധികാരത്തിലെത്തിയ നഗരസഭ ഭരണസമിതിയാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകുന്നത്. നഗരസഭ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നൽകുന്ന പ്രാധാന്യം കൂടി പുറത്തു കാട്ടാനാണ് ഇത്രയും വേഗം ആദ്യ അവലോകന യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തത്. പൊങ്കാലയോട് അനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ വകുപ്പ് പ്രതിനിധികൾക്ക് മേയർ നിർദ്ദേശവും നൽകി. പൊങ്കാലയുടെ തലേദിവസം കൊണ്ട് ടാറിങ് അവസാനിപ്പിക്കാനോ 2 ദിവസം മുമ്പ് ടാറിങ് അവസാനിപ്പിക്കാനോ പൊങ്കാലയിടാൻ വരുന്നവരുടെ ശരീരത്തിലും ഡ്രസ്സിലും ഒക്കെ തന്നെ ടാറ് പറ്റിപ്പിടിച്ച് പോവുക, യാദൃച്ഛ്യമായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ മഴയത്ത് കൊണ്ടുവന്ന് ടാറ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഹറി ബെറിയായിട്ട് പണം ചെലവാക്കി ഏതെങ്കിലും തരത്തിൽ കാട്ടിക്കൂട്ടി ബില്ല് മാറി പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ മീറ്റിംഗ് വിളിക്കുന്നത്. ഭക്ഷണം, വെള്ളം എന്നിവ വിതരണം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധ വേണം. അന്നദാനം നടത്താൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും മേയർ നിർദ്ദേശം നൽകി. ആറ്റുകാൽ പൊങ്കാല ദിവസങ്ങളിൽ സാധാരണയായി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. ലക്ഷക്കണക്കിന് ആൾക്കാർ ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് കുടിവെള്ളം പ്രോപ്പറായിട്ട് എത്തിക്കുന്നതിനുള്ള നടപടി വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. എത്രയും വേഗം ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കുമെന്ന് വകുപ്പ് പ്രതിനിധികളും ഉറപ്പു നൽകി. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കച്ചവടത്തിനായി എത്തുന്നവർക്ക് PCC നിർബന്ധമാക്കണമെന്ന് പോലീസും യോഗത്തിൽ അറിയിച്ചു. കച്ചവടം നടത്താൻ വരുന്ന ആൾക്കാർ കൃത്യമായിട്ട് അവരെ കൊണ്ട് ലൈസൻസ് എടുപ്പിക്കുക, അതുപോലെ തന്നെ PCC എടുപ്പിക്കണം. ചെക്ക് PCC ചെയ്യിക്കണം. അവരെ വലിയ കേസുകളൊന്നും ഇല്ലാന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. കാരണം ഈ സമയത്ത് പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുള്ള ക്രിമിനൽസ് ആരെങ്കിലും വരികയാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, പോലീസ് പിന്നെ നാട്ടുകാർക്കും സ്ത്രീകൾക്കും ബുദ്ധിമുട്ടായിരിക്കും. കൂടുതൽ നിരീക്ഷണ ക്യാമറകളും വുമൺ കൺട്രോൾ റൂമും സ്ഥാപിക്കും. പാർക്കിംഗ് ഏരിയകളും ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിലും പ്രത്യേകം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. അടിയന്തര സാഹചര്യം നേരിടുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പൂർണ്ണ സജ്ജമാണ്. 5 ജില്ലകളിൽ നിന്ന് 63 വാഹനങ്ങളും 400-ലധികം ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഡ്യൂട്ടിയിലുണ്ടാകും. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആംബുലൻസുകളും മെഡിക്കൽ സംഘങ്ങളും ഉണ്ടാകും. കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്ന ദിവസം മുതൽ ശിശുരോഗ വിദഗ്ധരുടെ സേവനവും ഉണ്ടാകും. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.